ഹഫ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്ന് ഞാൻ ഒരു റിക്വസ്റ്റഡ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ മട്ടൺ ബിരിയാണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ചിക്കനിൽ ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുമോ, ആ റെസിപ്പി ഒന്ന് കാണിക്കുമോ എന്ന്. അതിനായിട്ടാണ് ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കാണിച്ചിരിക്കുന്നത്. നമ്മൾ ചിക്കനിൽ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടുള്ള ചേഞ്ചസ് വരുത്തിച്ചാൽ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ബിരിയാണി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് ബസ്മതി റൈസ് കൊണ്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ അതിനായി ദാവത്ത് എന്ന കമ്പനിയുടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 kg ആണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കിലോ ബസ്മതി റൈസിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു പാത്രത്തിന് പകുതി എന്ന അളവിലാണ് നമ്മൾ വലിയുള്ളി എടുക്കേണ്ടത്. അതുപോലെ തന്നെ പകുതി തക്കാളി, തൈര് 1 കപ്പ്, നാരങ്ങ 1 നാരങ്ങയുടെ നീര്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, മല്ലിയില, പുതിനൻ്റെ ഇല, പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്. 1 കിലോക്ക് 10 എണ്ണം എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് 1 കിലോക്ക് 1 കപ്പ് ഓയിലാണ്. ഇത് സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഗണപതി ഓയിലാണെങ്കിൽ ബിരിയാണിക്ക് നല്ലൊരു മെഴുക്ക് കിട്ടും. അതുപോലെ 1/2 കപ്പ് നെയ്യും വേണ്ടി വരും. നമുക്ക് ഈ അരി ഒന്ന് നന്നായി കഴുകി കുതിർത്ത് വെക്കാം. ബസ്മതി റൈസ് എപ്പോഴും കഴുകിയിട്ട് വേണം കുതിർത്തെടുക്കാൻ, അല്ലെങ്കിൽ അത് പിന്നീട് കഴുകുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഒന്ന് ടേസ്റ്റ് കൂടാനും സോഫ്റ്റ് ആകാനും വേണ്ടി ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബിരിയാണിക്കും ചിക്കനിലേക്കും നല്ല ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും. ഞാൻ അതിനായി 1/2 കപ്പ് തൈരെടുത്ത് അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, അതുപോലെ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റുകൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ 1 നാരങ്ങയുടെ നീരാണ് എടുത്തു വെച്ചിരുന്നത്. അതിൽ നിന്ന് 2 ടീസ്പൂൺ നാരങ്ങ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലോട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് ചിക്കനിലേക്ക് നല്ലൊരു ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ്സും കിട്ടാൻ സഹായിക്കും. ഇത് നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മസാലകൾ റെഡിയാക്കി അതിലോട്ട് ചിക്കൻ ഡയറക്റ്റായിട്ടും ഇട്ട് കൊടുക്കാം. ഞാനിത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചിക്കൻ ഉള്ളികളൊക്കെ ഒന്ന് വരുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഞാൻ ഇനി ബിരിയാണി ചെമ്പ് ഡയറക്റ്റായിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. മട്ടൺ ബിരിയാണിയും ബീഫ് ബിരിയാണിയും വെക്കുമ്പോൾ നമ്മൾ കുക്കറിലൊന്ന് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം മട്ടനോ ബീഫോ ഇട്ട് കുക്കറിൽ 2-3 വിസിൽ വിട്ടതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി ചെമ്പിലോട്ട് മസാലകൾ മാറ്റുക. പക്ഷേ ഞാൻ ചിക്കൻ ബിരിയാണിക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ബിരിയാണി ചെമ്പിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ ബിരിയാണി ചെമ്പിലോട്ട് 1 കപ്പ് ഓയിലും 1/2 കപ്പിൻ്റെ പകുതി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോക്ക് 1 കപ്പാണ് ഓയിൽ പറഞ്ഞിരുന്നത്, ആ അളവിലും. അതുപോലെ 1/2 കപ്പ് നെയ്യ്, അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിക്കുന്നുള്ളൂ. പിന്നെ സ്പൈസസ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ മാറ്റി വെച്ച 10 പച്ചമുളകുകളും ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ മാറ്റി വെച്ച വലിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയുള്ളി ഞാൻ പറഞ്ഞിരുന്നു അരി എടുത്തതിൻ്റെ പകുതി പാത്രം. അരി 1 പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതിക്കാണ് വലിയുള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോക്ക് 1 പിടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുക. ഈ 1 പിടി ഉപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പാണ്. ഞാൻ മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയിൽ ഞാൻ കല്ലുപ്പ് എന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. പൊടി ഉപ്പല്ല ചേർത്തേണ്ടത്. 1 പിടി എന്ന് പറയുന്നത് കല്ലുപ്പിൻ്റെ അളവാണ്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂണാണ്, ഞാൻ ഇവിടെ ടീസ്പൂണിൽ എടുത്തതുകൊണ്ടാണ് ഈ 2 ടീസ്പൂണായിട്ട് ഇടുന്നത്. ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി. 1 ടേബിൾ സ്പൂൺ പറഞ്ഞാൽ 2 ടീസ്പൂണിൻ്റെ അളവാണ്.
നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ മണം ഒന്ന് മാറി കിട്ടുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഉള്ളി എടുത്ത അതേ അളവിൽ മുറിച്ചതിന് ശേഷം എടുക്കുക. നമ്മൾ ഒരു പാത്രം അരി എടുത്തതിൻ്റെ പകുതിക്ക് തക്കാളി. പിന്നെ ഉള്ളി എത്രത്തോളം നമ്മൾ ബ്രൗണിഷ് ആക്കുന്ന അതിൻ്റെ അനുസരിച്ചാണ് ബിരിയാണിയുടെ കളർ കിട്ടുക. മാക്സിമം ബ്രൗൺ ആക്കിയാൽ അത്രയും അതിന് ടേസ്റ്റും കളറും കിട്ടും. അപ്പോൾ നമ്മൾ ബ്രൗണിഷ് ആക്കും തോറും അതിന് കളർ കൂടിക്കൊണ്ട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ കരിയാൻ പാടില്ല. കരിയാതെ മാക്സിമം ബ്രൗൺ ആക്കി എടുക്കാം. ഇനി നമുക്ക് പുതിന ഇല മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിലോട്ട് നമുക്ക് ബാക്കി വന്ന നാരങ്ങ നീരും തൈരും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഒന്ന് പാതി വന്നതിന് ശേഷം നമുക്ക് നാരങ്ങ നീരും തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. 1 കിലോൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അതുപോലെ പെപ്പർ പൊടി ചേർത്തുന്നതുകൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് പെപ്പർ പൊടി ബിരിയാണിക്ക് ചേർത്തോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇനി ബാലൻസ് വന്ന നാരങ്ങ നീര്, നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ബാലൻസ് വന്നിട്ടുള്ള നാരങ്ങ നീരും, അതുപോലെ 1 കപ്പ് തൈര്, 1 കിലോക്ക് 1 കപ്പ് തൈരും, അതുപോലെ 1 കിലോക്ക് 1 നാരങ്ങയാണ് നമ്മുടെ അളവ്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചിക്കൻ നന്നായി ഒന്ന് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1 കപ്പിന് 1.5 എന്നുള്ള രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത്. നമുക്കത് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് ഒഴിക്കാം. അല്ലാതെ നമ്മൾ നോർമലായിട്ട് വാട്ടർ വേണമെങ്കിലും ഇതിലോട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായി ഒന്ന് തിളക്കുന്നത് വരെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ലവണ്ണം തിള വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വാരി വെച്ച അരി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ബസ്മതി റൈസ് ആയതുകൊണ്ട് നമ്മൾ നന്നായി അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. അരി പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ഇത് ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ അരി ചേർത്തുമ്പോഴും അതുപോലെ അരി ചേർത്തിയതിന് ശേഷം നല്ലൊരു തിള വരുന്നത് വരെയും ഫ്ലെയിം എപ്പോഴും ഹൈയിലായിരിക്കണം വേണ്ടത്. നമുക്കൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴൊക്കെ ഫ്ലെയിം ഹൈയിൽ വേണം. ഇപ്പോൾ കണ്ടില്ലേ, അരിയും വെള്ളവും ഒപ്പം ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ ഈ ബിരിയാണി ചെമ്പിലേക്ക് ഒരു ഹോൾ ഉണ്ടാവും. അത് ഞാൻ പച്ചമുളകിൻ്റെ ഞെട്ടി കൊണ്ടാണ് അടച്ചു വെക്കുന്നത്. എന്നാൽ അതിൻ്റെ ഉള്ളിലത്തെ ദമ്മൊന്നും പുറത്തു പോകാതിരിക്കാൻ സഹായിക്കും. ഇപ്പോൾ നമ്മളുടെ ബിരിയാണിയും വെള്ളവും എല്ലാം ഒരുപോലെ ആയിട്ടുണ്ട്. അരിയും വെള്ളവും ഒരേപോലെ അളവിലായിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗീ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ അവസാനം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ബിരിയാണിക്ക് നല്ലൊരു മെഴുക്കും സോഫ്റ്റ്നെസ്സും ടേസ്റ്റും കിട്ടാൻ സഹായിക്കും. ശേഷം ഒരു 10 മിനിറ്റ് നേരം ദം ഇട്ടതിന് ശേഷം ഞാൻ തുറന്നതാണ്. ഇത് കണ്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബസ്മതി റൈസ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഈ പെരുന്നാളിനൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ ബിരിയാണീൻ്റെ ഒപ്പം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഗ്രേവി പോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ചേർന്ന് കുറച്ച് ചമ്മന്തിയും അതുപോലെ തൈരും വലിയ ഉള്ളിയും ചേർത്ത് സാലഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.